അങ്ങനെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി. അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇനി ഈ ഒരു സംഭവത്തെ പ്രതി ഈ കേരളത്തിലെയും അതുപോലെ നോർത്തിലെയും ഒക്കെ രാഷ്ട്രീയ രംഗം മാറുന്നത് എങ്ങനെയായിരിക്കും? നോർത്തിലുള്ള ക്രിസ്ത്യാനികളും അല്ലാത്തവരുമായിട്ടുള്ള മലയാളികളെ ഈ ഒരു വിഷയം ബാധിക്കുന്നത് എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത് മനുഷ്യക്കടത്തിന് മതപരിവർത്തനത്തിനൊക്കെ തെളിവില്ലാത്തത് കൊണ്ടാണ് എന്നൊരു വാർത്ത റിപ്പോർട്ടർ ചാനലിൽ കണ്ടിരുന്നു. അതുപോലെ ഒരുപാട് ചാനലുകളും ആ രീതിയിൽ ഈ കാര്യത്തെ പിച്ച് ചെയ്യുന്നുണ്ട്. അത് സത്യമാണോ? നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതേക്കുറിച്ചൊക്കെയാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർ നൽകുന്ന സാമ്പത്തിക സംഭാവനകളാലാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ സംഭാവന ചോദിക്കുന്നത് എന്നതിന്റെ റീസൺ ഒക്കെ നമ്മൾ കമന്റിൽ ഒരു കമന്റ് ഇട്ടിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ വീഡിയോയിലും പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ആരിടപെട്ടിട്ടാണ് സത്യത്തിൽ ജാമ്യം കിട്ടിയത്? അതായത് ഇന്ന് ക്രൈസ്തവ സഭയുടെ ഒരു ഇടയലേഖനം പുറത്തിറങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, അവർ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. എന്നാൽ ശരിയാണോ? നമുക്ക് ഈ കേസിന്റെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ കേസിന്റെ ഗതികൾ എങ്ങനെയൊക്കെയായിരുന്നു പോയത് എന്നൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ആ വിഷയം വാർത്തയാവുന്നു, വലിയ രീതിയിൽ കേരളത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ നിന്നും MP-മാർ പോകുന്നു, ഛത്തീസ്ഗഡിലേക്ക് പോകുന്നു. അതോടൊപ്പം BJP-യുടെ അനൂപ് ആന്റണി ഛത്തീസ്ഗഡിലേക്ക് പോകുന്നു, അവരുടെ ഒരു ടീം പോകുന്നു. അവിടെ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് വെളിച്ചത്തിലേക്ക് വരുന്നു, പുറത്തേക്ക് വരുന്നു. ഇതുപോലെയാണ് കേസ് സംഭവിച്ചിരിക്കുന്നതെന്ന് വരുന്നു. ആരോ ആദ്യം കൊണ്ടുപോയിട്ട് ഒരു ജാമ്യാപേക്ഷ യാതൊരു അടിസ്ഥാനമില്ലാതെ കൊടുക്കുന്നു, അത് തള്ളുന്നു, കന്യാസ്ത്രീകളെ റിമാൻഡ് ചെയ്യുന്നു. അവിടെ ഒന്നും പിന്നെ NIA കോടതിയിലേക്ക് കേസ് പോകുന്നു, NIA കോടതിയിൽ ജാമ്യം കൊടുക്കുന്നു. NIA കോടതിയിൽ ഛത്തീസ്ഗഡിന്റെ സർക്കാർ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊരു രീതിയിൽ നിലപാടെടുക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇവിടെ നിന്ന് എല്ലാവരും കേന്ദ്രത്തിലേക്ക് പോകുന്നു. ഇവിടുത്തെ MP-മാരെല്ലാം അത് BJP-യുടെ ഭാഗത്തുനിന്നും അല്ലാതെ വലതുവശത്തുനിന്നും ഇടതുവശത്തുനിന്നുള്ള MP-മാർ ചെന്ന് അമിത്ഷായെ കാണുന്നു, ഹോം മിനിസ്റ്ററായ അമിത്ഷായെ കാണുന്നു, അമിത്ഷായോട് സംസാരിക്കുന്നു. അദ്ദേഹം ഛത്തീസ്ഗഡിലെ മിനിസ്റ്ററോട് സംസാരിക്കുന്നു. NIA-ക്ക് കേസ് കൈമാറിയത് ശരിയായില്ല എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, അതിന്റെ വീഡിയോസ് ഒന്നുമില്ല. വാർത്തകൾ പുറത്തു വരുന്നു, ചർച്ചയിൽ നിന്ന് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് UDF CPM MP-മാർ പറയുന്നു. അപ്പൊ അങ്ങനെ ഉറപ്പ് നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ തന്നെ കോടതിയിൽ സംഭവിക്കുന്നു, ജാമ്യം ലഭിക്കുന്നു. ഇതല്ലേ സംഭവിച്ചത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇടയലേഖനം പറയുന്നത് പോലെ കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അത് മനസ്സിലാവുന്നില്ല. എന്നാൽ പ്ലാമ്പാനി ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നതെന്നാണ്. നമുക്കും തോന്നുന്നത് അങ്ങനെ തന്നെയാണ് അല്ലെ? കാരണം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, അമിത്ഷാ ഇടപെട്ടിട്ടാണ് ജാമ്യം ലഭിച്ചതെന്നുള്ള രീതിയിൽ പറയുന്നത് ഇവിടുത്തെ കേരളത്തിൽ BJP ഘടകമൊന്നുമല്ല, പറയുന്നത് ഇവിടത്തെ വലത് ഇടതുപക്ഷത്തിന്റെ ആ പാർട്ടികളുടെ MP-മാരാണ്. അവരാണ് പറയുന്നത്. അവർ പോയി സംസാരിച്ചത് ആരോടാണ്? അവർ പോയി സംസാരിച്ചത് കേന്ദ്ര ഹോം മിനിസ്റ്ററോടാണ്, ആഭ്യന്തരമന്ത്രിയോടാണ്. അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് ഛത്തീസ്ഗഡ് സർക്കാർ ഇങ്ങനൊരു നിലപാടെടുത്തത് എന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ വാർത്തകൾ വരുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പുരോഹിതന്മാരായാലും വിവിധ സഭകളായാലും ക്രൈസ്തവരെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം തന്നെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ അനുയായികളാണ്, ക്രിസ്തുവിനെ പിൻപറ്റുന്നവരാണെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇവരെല്ലാം ഭിന്നിച്ച് നിൽക്കുന്ന വിഭിന്നങ്ങളായിട്ടുള്ള ചില സഭകളാണ്. അപ്പൊ ഇവർക്കെല്ലാം ഇവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. ഞാൻ എടുത്തു തന്നെ പറയണം, രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ തന്നെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ പലരും പുറത്തേക്ക് സംസാരിക്കുന്നത് ഇതിന്റെയൊക്കെ തന്നെ ചട്ടുകമായി തന്നെ. കാലങ്ങളായി തന്നെ കേരളത്തിലെ രാഷ്ട്രീയ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസിന് വലിയ രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെയായിരുന്നു. ക്രൈസ്തവ സമൂഹം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സഭപരമായിട്ട് ഭിന്നിച്ച് നിൽക്കുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ തന്നെ അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും ഉണ്ട്. എന്നാൽ ക്രൈസ്തവരിൽ ഇങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല എന്നൊക്കെ വാ കൊണ്ട് പറയാമെങ്കിൽ അതൊന്നും അല്ല സത്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കെവിൻ നീനു വിഷയമൊക്കെ അങ്ങനെ സംഭവിച്ചതാണ്. അതായത് കെവിന്റെ കുടുംബം വേറെ ഏതോ ഒരു ജാതിയിൽ നിന്നും അല്ലെങ്കിൽ മതത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ആയി വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിന്റെ പേരിലാണ് ആ കൊല്ലപ്പെടൽ തന്നെ ഉണ്ടായത്, ആ കുട്ടി മരിക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടായത്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മൊത്തമായിട്ട് ക്രൈസ്തവരുടെ സപ്പോർട്ട് BJP-ക്കാണ് അല്ലെങ്കിൽ ക്രൈസ്തവരുടെ സപ്പോർട്ട് ഇന്ന ആൾക്കാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം അവരെല്ലാം ഇപ്പോൾ വ്യക്തിപരമായി ഇതിൽ തീരുമാനം എടുക്കുന്ന വ്യക്തികളാണ്. അതിപ്പോൾ പുരോഹിതന്മാരാണെങ്കിലും അല്ലെങ്കിലും. അപ്പൊ ചിലർക്കൊക്കെ വ്യക്തി താല്പര്യം കൊണ്ടും ചിലർക്കൊക്കെ സഭയുടെ താല്പര്യം കൊണ്ടുമൊക്കെ ചില ആളുകളെ പിന്തുണയ്ക്കേണ്ടി വന്നേക്കാം. പക്ഷേ അവരുടെ പിന്തുണ കൊണ്ടൊന്നും കേരളത്തിൽ വലിയ മാറ്റം ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഉണ്ടാകില്ല എന്നതാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. BJP കുറച്ച് നാളുകൾക്കുള്ളിൽ അവരുടെ ഒരു വോട്ട് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും മാറി മാറി ഭരിച്ച ഇടതു വലത് സർക്കാരുടെ പരാജയം തന്നെയാണത്. കാരണം കൊടുക്കേണ്ടത് അവർ കൊടുത്തിരുന്നെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ ആവശ്യം ഈ കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നു. ആളുകൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന തോന്നൽ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ തന്നെ അവർ ഒരാളെ പരീക്ഷിച്ചു, വിജയിപ്പിച്ചു. തൃശ്ശൂർ ഒരു MP-നെ അവർ വിജയിപ്പിച്ചു, പാർലമെന്റിലേക്ക് വിട്ടു. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എത്രയൊക്കെ നിങ്ങൾ ട്രോൾ ചെയ്താലും നിങ്ങൾ എല്ലാവരും കളിയാക്കിയാലും സുരേഷ് ഗോപി എന്ന വ്യക്തി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബാക്കി 19 MP-മാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആലോചിക്കേണ്ടി വരും. വാർത്തകൾ പോലും അതിൻ്റെതൊന്നും പുറത്ത് വരാറില്ല എന്നതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് വരാത്തത്? അപ്പൊ പറയും സുരേഷ് ഗോപിയുടെ പുറകെയാണ് മാധ്യമങ്ങൾ. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി അതിന് സമ്മതിച്ചിട്ടില്ല. സുരേഷ് ഗോപി മാധ്യമങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് നടക്കുന്നത്. രണ്ടാമതായി ഈ ഒരു കേസിൽ തെളിവില്ലാത്തത് കൊണ്ടാണ് മനുഷ്യക്കടത്തിന് തെളിവില്ല. ശരിയാണോ? മനുഷ്യക്കടത്തിന് തെളിവില്ല എന്ന് പറയുന്നത് ശരിയാണോ? എന്തുകൊണ്ടാണ് ഇവരുടെ കയ്യിൽ രേഖകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ കേസ് NIA കോടതി വരെ എത്തിയെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ കമന്റ് ഇട്ട ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അവർ ക്രിസ്ത്യാനികളാണ്, അവരുടെ കയ്യിൽ രേഖയുണ്ടോ? അതേപറ്റി ഒരച്ഛൻ തന്നെ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് നിങ്ങൾ കേൾക്കും.
ക്രിസ്ത്യൻ വിശ്വാസമുള്ളവരാണ്. പിന്നെ അവരുടെ ഇവിടെ കേസ് വന്നത് ഇതുകൊണ്ടാണ്. അവരുടെ സർട്ടിഫിക്കറ്റിൽ പലപ്പോഴും ഇവർ ക്രിസ്തീയ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെന്ന് അവരുടെ സർട്ടിഫിക്കറ്റിൽ അവർ മാറ്റാറില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ കേസിന് ഒരു ഹിന്ദുക്കളാണെന്നുള്ള രീതിയിൽ അങ്ങനെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, രേഖയില്ല. അതായത് ആദിവാസി സമൂഹത്തിൽ നിന്നായാലും വേറെ ഏത് സമൂഹത്തിൽ നിന്നായാലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറി വരുന്ന സമയത്ത് ഇവര് രേഖകളിലൊന്നും അത് മാറ്റാറില്ല. ആ പേരും അവർ ഏത് ജാതിയിലാണോ ഉണ്ടായിരുന്നത് അതോ അങ്ങനെ തന്നെ നിലനിർത്തിയാൽ മാത്രമേ സർക്കാർ രേഖകളിൽ ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ അതേപോലെ തന്നെ ലഭിക്കുകയുള്ളൂ. കാരണം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ കാറ്റഗറി മാറി. OBC കാറ്റഗറിയിലാണ് ഓൾമോസ്റ്റ് വരുന്നത് എന്റെ അറിവനുസരിച്ചിട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ SC/ST വിഭാഗങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള യാതൊരു ആനുകൂല്യങ്ങളും ഒരു ക്രിസ്ത്യാനിയായി മാറുന്ന OBC കാറ്റഗറിയിലേക്ക് മാറുന്ന ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ ലഭിക്കുന്നതല്ല. ആ ഒരു ആനുകൂല്യം ലഭിക്കാതിരിക്കാൻ വേണ്ടി രേഖകളിൽ ഇവർ മാറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ സർക്കാരിന്റെ രേഖകളിൽ അവർ ക്രിസ്ത്യാനികളല്ല എന്നത് വ്യക്തമായി അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പച്ചയ്ക്ക് തെളിവുള്ളപ്പോ ഏത് സർക്കാർ എന്ത് അനീതി കാണിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെ ഇതേപോലെ തന്നെ മറ്റൊരു മതത്തിൽ നിന്നും ഭാഗികമായിട്ട് മാറി പക്ഷെ രേഖകളിലൊന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞൊരു കുടുംബത്തിലെ ഒരു കുട്ടിയെ ഒരു പുരോഹിതനോ ഒരു പുരോഹിതയോ ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുമോ? രേഖകളില്ല എന്നത് നിങ്ങൾ പറയില്ലേ? ഏത് കോടതിയാണ് രേഖയില്ലാതെ അംഗീകരിക്കേണ്ടത്? നിങ്ങൾ പറയുന്ന എന്ത് മതേതരത്വം, അങ്ങനെ പ്രത്യേക എന്ത് അവകാശമാണ് ഇവിടെ ഉള്ളത്? ഒരു കന്യാസ്ത്രീ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഞങ്ങൾ മനുഷ്യക്കടത്ത് നടത്തിയെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? ഞങ്ങൾ കടത്തിയൊന്നുമല്ല കൊണ്ടുപോയി, ഞങ്ങൾ ട്രെയിനിലാണ് കൊണ്ടുപോയെന്ന്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല സിസ്റ്ററെ. മനുഷ്യക്കടത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പെട്ടിയിലാക്കി അല്ലെങ്കിൽ പായി ചുരുട്ടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് മാത്രമാണ് മനുഷ്യക്കടത്ത് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രേഖകളില്ലാതെ ഒരു വ്യക്തിയെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ട് പോകുന്നതിനെയാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് കളറിലുള്ള നോട്ടാണെന്നും കുഴൽപ്പണം എന്ന് പറഞ്ഞാൽ കുഴലിനകത്ത് കയറ്റി കയറി കൊണ്ടുവരുന്ന പണമാണെന്നും പറയുമല്ലോ. ഇതൊന്നും അക്ഷരാർത്ഥത്തിലല്ല എടുക്കുന്നത്. ഈ പ്രയോഗത്തിനൊക്കെ വ്യക്തമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അറിയത്തില്ലെങ്കിൽ ആരുടെങ്കിലും പോയി പഠിക്കുന്നത് വളരെ നല്ലതാണ്. പച്ചയ്ക്ക് ഇങ്ങനെ വന്നിരുന്നു പൊട്ടത്തരമൊന്നും പറയരുത്. ട്രെയിനിൽ കയറ്റി കൊണ്ടുപോയാലും രേഖകളില്ലാത്തത് രേഖകളില്ല, ഇല്ല എന്നുള്ളത് അച്ഛൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. കൂടുതൽ നിങ്ങൾ ഇനി പറയണ്ടല്ലോ. നിങ്ങൾ പറയുന്ന വാദങ്ങളെല്ലാം കോടതിക്ക് മുൻപിൽ നിലനിൽക്കണമെങ്കിൽ അത് ഈ ഭരണഘടനയ്ക്കും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കും കീഴിൽ വരണം, അംഗീകൃതമായിട്ട് വരണം. അംഗീകൃതമായ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. പിന്നെ ഈ കേസിൽ മനുഷ്യക്കടത്ത് അതുപോലെ മതപരിവർത്തനം ഇത് രണ്ടിനും തെളിവില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ തെളിവില്ലെങ്കിൽ ജാമ്യം ലഭിക്കുകയാണോ ചെയ്യുക? ഏതൊരു കേസിലും ഏതൊരു കോടതിയിലും തെളിവില്ല, മതിയായ തെളിവുകൾ ഇല്ലെങ്കിൽ കേസ് അവിടെ ക്ലോസ് ചെയ്യാണ് ചെയ്യുക. കേസ് തള്ളിക്കളഞ്ഞിട്ട് എല്ലാവരും വെറുതെ വിടും. അതാണ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ കോടതി മിക്കവാറും കോടതിക്ക് സമയമില്ല. കോടതി ഇപ്പോഴും പഴയ ആ ഒരു രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന വേനൽക്കാല അവധിയൊക്കെ ആഘോഷിച്ച് ഇങ്ങനെ നടക്കുന്ന കോടതിയാണ്. അപ്പൊ കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ കോടതിക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ തെളിവില്ലാത്ത കേസുകളൊക്കെ അപ്പൊ തന്നെ ക്ലോസ് ചെയ്യും. എന്നിട്ട് പറയും വിട്ടോ കഴിഞ്ഞു, നീ വല്ല തെളിവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്ത് ആ കൊടുത്ത ആപ്ലിക്കേഷൻ പരിശോധിച്ച് ആ തെളിവ് വെച്ചിട്ട് ആ കേസ് റീഓപ്പൺ ചെയ്യാൻ യോഗ്യതയുണ്ടെന്ന് തോന്നിയാൽ മാത്രമാണ് കോടതി പിന്നെ അത് റീഓപ്പൺ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇവർക്ക് ജാമ്യമാണ്. കേസ് തുടരുകയാണ്. കേസ് NIAയുടെ കയ്യിലേക്ക് പോയി കഴിഞ്ഞു. NIAയുടെ പ്രോസിക്യൂട്ടർ അവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള തുടർ കേസ് അന്വേഷണത്തിന് ഈ പ്രതികളുടെ കസ്റ്റഡി വേണ്ട, പ്രതികളെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ട ആ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല, അവർക്ക് ജാമ്യം കൊടുത്താൽ അവർ പോയിക്കോട്ടെ, കേസ് ഞങ്ങൾ മുന്നോട്ട് അന്വേഷിക്കും എന്നാണ് പറഞ്ഞത്. തെളിവില്ല എന്നല്ല. വളരെ വ്യക്തമായിട്ട് അതിന്റെ നിബന്ധനകൾ പറയുന്നുണ്ട്. ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യത്തിൽ കൊടുത്ത നിബന്ധനകൾ ചിലത് ഞാൻ വായിക്കാം. ജാമ്യം ലഭിച്ചവർ ഇന്ത്യ വിടാൻ പാടില്ല, പാസ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കണം, ജാമ്യ കാലയളവിൽ താമസിക്കുന്ന വിലാസം NIAയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണം, 2 ആഴ്ചയിലൊരിക്കൽ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് മുമ്പാകെ ഹാജരാകണം, ആവശ്യപ്പെടുന്നതനുസരിച്ച് ചോദ്യം ചെയ്യലിനെത്തണം, തെളിവുകൾ നശിപ്പിക്കുകയോ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ശ്രമിക്കരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, കേസിനെ പറ്റി പൊതുമധ്യത്തിൽ പ്രതികരിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ജാമ്യ വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് ജാമ്യം കൊടുത്താൽ അതിനർത്ഥം തെളിവില്ലെന്നാ? നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയോ. കോടതി വ്യവഹാരങ്ങളെ പറ്റി കൂടുതൽ അറിയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ പാർട്ടി തലച്ചോറ് മാറ്റി വെച്ചിട്ട് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. തെളിവില്ലെങ്കിൽ ഒരു കോടതി ഇങ്ങനെയല്ല ജാമ്യ വ്യവസ്ഥ കൊടുക്കുന്നത്, ജാമ്യം കൊടുക്കുന്ന കേസ് ഇവിടെ തീരുവന്നേ. അങ്ങനെ തീർന്നിട്ടില്ല, കേസ് തുടരുവാണ്. ഇനി എല്ലാവരും കൂടി ബഹളം വെച്ച് ഇതുവരെ കാണാത്ത ഒരു തീ ആളി കത്തിച്ച് ഇത്രയൊക്കെ ഉണ്ടാക്കിയതിന്റെ പേരിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉത്തരേന്ത്യ അടിസ്ഥാനമാക്കി വലിയ രീതിയിൽ മിഷനറി പ്രവർത്തനം എന്ന പേരിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന വാർത്ത നല്ല രീതിയിൽ എല്ലാവരുടെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞു. ഇത് കുറെ ഒന്നും ആളുകൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനൊക്കെ. കാരണം ഓൾമോസ്റ്റ് സിറ്റിയിലൊക്കെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ഉള്ളുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു മതത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന, പക്ഷെ വേറെ ആരും മതം മാറ്റാൻ അങ്ങനെ നടക്കുന്നവരല്ല. പക്ഷെ സ്വന്തം കമ്മ്യൂണിറ്റിയോട്, ജാതിയോട്, മതത്തോടൊക്കെ സ്നേഹമുള്ള ആൾക്കാർ, അതൊന്നും ഇല്ലാത്തവരൊക്കെ ഇവിടെ കുറവാ. പറയാം പുറമെ, പക്ഷെ ഉള്ളുകൊണ്ട് എല്ലാവർക്കും ഉണ്ട്. നമ്മളൊക്കെ അതിലിങ്ങനെ ഇൻജക്ട് ചെയ്ത് വളർന്നു വന്ന ആൾക്കാരായി പോയി. അപ്പൊ അതുകൊണ്ട് അത് മാറി വരാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഈ ഒരു ഒറിജിനോടുള്ള സ്നേഹമുള്ള ആളുകളൊക്കെ ഇത് അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു, വേൾഡ് വൈഡ് അറിഞ്ഞു. വലിയ രീതിയിൽ ആദിവാസികളെ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളെയും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ജോലിക്ക് എന്ന പേരിൽ, സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ. അതുപോലെ മതം മാറ്റുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ ചർച്ച വന്നു കഴിഞ്ഞു, ക്രൈസ്തവർ ഓരോരുത്തർ വന്നു കഴിഞ്ഞു. എന്നാൽ ഇവരാരും രേഖാപരമായി ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ രേഖകളിൽ
ഉള്ള കാറ്റഗറിയുടെ ആ കണക്ക് ശരിയല്ല എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. എത്ര കോടിക്കണക്കിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഈ തിരുവനന്തപുരം ബാലരാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ പോയി നോക്കിക്കോ, അവിടെയും ഇതുപോലെ തന്നെയാണ്. പെന്തക്കോസ്ത വിഭാഗങ്ങളിലേക്ക് മാറിയ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പോഴും അവരുടെ പഴയ പേരും പഴയ ജാതി ഇതൊക്കെ തന്നെയാണ് അവരുടെ സർട്ടിഫിക്കറ്റിൽ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഒരു രാമൻ അന്വേഷിച്ച് നോക്കും, പിന്നെ ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന രാമന്റെ വീട് ഏതാന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല. പിന്നെ അങ്കടയാളങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും, ഓ അതാണോ, അത് അവിടെയാണ്, അത് ഓഫീസിലായിരിക്കും രാമൻ, ഇവിടെ പത്രോസാന്ന് പറയും. അങ്ങനെ ഒരുപാട് പേര് അവരുണ്ട്. അപ്പൊ സർക്കാർ രേഖകളിൽ ഇവരെന്താ? അപ്പൊ ഈ കണക്കുകൾ മൊത്തത്തിൽ തെറ്റിക്കിടക്കുവാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇതെല്ലാം ഇപ്പോൾ വേൾഡ് വൈഡ് പരസ്യമായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ട്. രണ്ടാമതായി എന്താണ്, ഇനി ഇങ്ങനൊരു സംഗതി നടന്നു കഴിഞ്ഞാൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അവര് കൃത്യമായിട്ട് കൈ വെക്കോ അടിക്കോ ഒന്നും ചെയ്യാതെ, അവർ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ വാക്കുകൊണ്ടുള്ള സംസാരം അല്ലാതെ അവർ വേറെ ഒന്നും ചെയ്തില്ല. നിയമപരമായിട്ട് പോലീസിനെ വിളിച്ച് അവർ കേസ് ഏൽപ്പിച്ച് കോടതി വഴി ഇത് മൂവ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ എന്താ ചെയ്തത്? കോടതി വഴി തന്നെ പുറത്തു നിന്ന് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി ആ ആൾക്കാരെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയി. ഇതോടുകൂടി എന്താ സംഭവിച്ച? ഇനി അവർ നിയമപരമായിട്ട് പോകുന്ന യാതൊരു അഷുറൻസും പറയാൻ പറ്റില്ല. ഒന്നാമത് ഭയങ്കരമായിട്ടുള്ള തീവ്ര മത ചിന്താഗതിയുള്ള പ്രാകൃതരായ മനുഷ്യരാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഇനി കൈകൊണ്ടായിരിക്കും ഇതെല്ലാം കയ്യേറ്റം ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഇനി ഒരുപാട് പേർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് മലയാളികൾ കുടുംബമായിട്ട് പോയി താമസിക്കുന്ന സ്ഥലമാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഒരുപാട് പേര്, അത് ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാതെ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുണ്ട്. നല്ല രീതിയിലുള്ള വരുമാനവും ജീവിത നിലവാരവും ഒക്കെ കിട്ടിയിട്ടാണ് ഈ മലയാളികൾ അവിടെ പോയി നിൽക്കുന്നത്. ബംഗാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന പോലെയല്ല. ഇവരെല്ലാം ഓൾമോസ്റ്റ് നല്ല സ്കെയിലിൽ ശമ്പളം വാങ്ങി നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ പിള്ളേരെയൊക്കെ അവിടെ പഠിപ്പിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കും ഏറ്റവും നല്ല. കേരളത്തിന് ഒരു നല്ല പേര് എന്തായാലും ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ മതം മാറ്റുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്ന രീതിയിൽ. ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നപ്പോഴത്തേക്ക് എത്രത്തോളം ആളുകൾ അത് വിശ്വസിച്ചിട്ടുണ്ടോ, ഇപ്പോ കുറെ കൂടി ഇവിടെ നല്ല രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്. മതം മാറ്റുക അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കുക എന്ന രീതിയിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു മനോഗതി ഉണ്ട് എന്ന രീതിയിൽ നോർത്ത് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ കുഴപ്പം. ശരിക്കും പറഞ്ഞാൽ ഇത് അവിടുത്തെ BJPക്ക് ഒരു ദോഷമായിട്ട് വരുള്ളൂ ഇവർ ഇറങ്ങിപ്പോയത്. ഇനി ഇതുപോലെ മതപരിവർത്തനം അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് ഇതുപോലുള്ള എന്ത് കേസ് വന്നാലും ഇതെല്ലാം അന്വേഷിക്കുന്നത് ഇനി NIA ആയിരിക്കും. ആ രീതിയിലും ഈ കേസ് തിരിച്ചു വിട്ടു കഴിഞ്ഞു. എല്ലാം ഇനി നാഷണൽ ഏജൻസികളായിരിക്കും അന്വേഷിക്കുന്നത്. അപ്പൊ ഇത് വലിയ ഗുരുതരമായൊരു കാര്യമാക്കിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിന്റെ ഗുരുതരാവസ്ഥയാണ് ശരിക്കും സാധാരണ ജനങ്ങളുടെ വരെ ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് രാഷ്ട്രീയപരമായി ഉണ്ടാക്കിയ ഈ കോലാഹലങ്ങൾ കൊണ്ട് ആകെ നേടിയെടുത്തിരിക്കുന്ന ഒരു കാര്യം. നമ്മളെല്ലാം ഭയക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പുറത്തെപ്പോഴെങ്കിലും ബൈബിളും ഒക്കെ ആയിട്ട് ചിലപ്പോൾ നോർത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു ആക്രമണം വരുന്നത്. നമ്മൾ മതപരിവർത്തനത്തിനാണ് നമ്മൾ ഇറങ്ങി നടക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊക്കെയും ഇനി സാധാരണക്കാരായ ആളുകൾ അനുഭവിക്കേണ്ടി വരും. മിഷണറി പ്രവർത്തനത്തിനായിട്ട് നോർത്തിൽ നിൽക്കുന്ന ഒരുപാട് സിസ്റ്റേഴ്സ്, പുരോഹിതന്മാർ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. സേഫ് സോണിൽ ഇരുന്ന് കളിക്കുന്ന, കത്തെഴുതുന്ന ഒരാൾക്കും ഇത് അറിയേണ്ട ആവശ്യമില്ല. അനാവശ്യമായി നിങ്ങളെ ചട്ടുകങ്ങളാക്കുന്ന ആളുകളെയാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. എന്ത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക. ഒരാളുകൾ സംസാരിക്കുന്നത് ഒരു വ്യക്തിയെ അറിഞ്ഞിട്ടാണോ ഒരു കാര്യം അറിഞ്ഞിട്ടാണോ എന്നത് മാത്രം ചിന്തിച്ചാൽ മതി ഒരു വ്യക്തിയുടെ ഓതന്റിസിറ്റി മനസ്സിലാക്കാൻ, അയാൾ പറയുന്ന കാര്യത്തിന്റെ ഓതന്റിസിറ്റി മനസ്സിലാക്കാൻ. ഇപ്പോ ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ ഇടപെട്ട് ജാമ്യം ലഭിച്ചു, പക്ഷേ കേസ് തള്ളിപ്പോയിട്ടില്ല. കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു. ജാമ്യം ലഭിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. കേസ് NIA അന്വേഷിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊണ്ടുപോയ കുട്ടികൾ ക്രിസ്ത്യാനികളല്ല, അവരുടെ രേഖകളിൽ അവർ ക്രിസ്ത്യാനികളല്ല. അതുപോലെ തന്നെ അവർ ഈ പറയുന്ന പോലെ സ്വന്തം ഇഷ്ടത്തിനാണ് പോകുന്നത് എന്നുള്ള രേഖകളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ മൊഴി ഭീഷണിപ്പെടുത്തിയാണ് മാറ്റിയത് എന്നുള്ളതിന്റെ കോടതി മുമ്പാകെ യാതൊരു തെളിവും വന്നിട്ടില്ല. കോടതി മുമ്പാകെ കുട്ടിയുടെ ഇഷ്ടമില്ലാതെ കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. സർക്കാരിന്റെ മുന്നിൽ അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ തെളിയിച്ചാൽ മാത്രമേ ലോകത്തിന് മുന്നിൽ സത്യം ജയിക്കുള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം. ആൾക്കൂട്ടം ഒച്ച വെച്ചാൽ സത്യമാണ് എന്ന് അംഗീകരിക്കാൻ പെടാനായിട്ട് പറ്റില്ല. ലോകം അത് അംഗീകരിക്കില്ല, നാളെ ചരിത്രവും അത് അംഗീകരിക്കില്ല. അതാണ് സത്യം എന്ന് അംഗീകരിക്കില്ല. അതിന് കോടതി വഴി തന്നെ ഒരു വിധി വരണം. അതാണ് രേഖപ്പെടുത്തുക ചരിത്രത്തിൽ. അപ്പോൾ അങ്ങനെ തന്നെ വരട്ടെ. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.